നമ്മുടെ ശോഭേച്ചിക്ക് വീണ്ടും ക്രിമികടിയാണെന്ന് തോന്നുന്നു. ഞാൻ വേണ്ട 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 എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് വന്ന് എന്നെ ഇങ്ങനെ ചുറിഞ്ഞിട്ട് വിളിക്കുന്നത്. ശോഭേച്ചിയുടെ ക്രിമികടിയുടെ അസുഖത്തിന് ഒരു മരുന്നുണ്ട്, നല്ല പപ്പായയുടെ അല്ല, അങ്ങനെ എന്തോ ഒരു മരുന്നുണ്ട്. അത് കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്ത് കാലത്ത് വെറും വയറ്റിൽ സേവിക്കുക എന്നുള്ളതാണ് ക്രിമികടിക്കുള്ള ബെസ്റ്റ് മരുന്നെന്ന് പറയുന്നത്. അപ്പം ശോഭിച്ച് അത് ചെയ്യാതെ ശോഭിച്ച് ആ ക്രിമികടിയും വെച്ചുകൊണ്ട് എൻ്റെ പിറകെ വന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ശോഭിച്ച് എനിക്കതിന് നേരമില്ല. ഞാൻ വേറെ കാര്യങ്ങളിലാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ വരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് എൻ്റെ പുറകെ ചൊറിഞ്ഞു വന്നിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ വീഡിയോ കണ്ട് നെടുവീർപ്പിട്ടിട്ട് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഗുരുവായൂരമ്പലത്തിൽ എന്നാണോ ഈ ഇഷ്യൂ ഉണ്ടായത് നിങ്ങൾ വിചാരിക്കുക അന്ന് തുടങ്ങിയാണെന്ന്. അല്ല, അതൊക്കെ മുമ്പേ ഞാൻ ഈ വിഷയം പറയുന്നുണ്ട്. ശോഭേച്ചി എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ചിലപ്പോൾ എത്ര മാസമായിട്ടുണ്ടാവും. ശോഭേച്ചിനെ ഞാൻ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തു വന്നിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ എന്നെ കോണ്ടാക്ട് ചെയ്ത് വന്നത്. ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് നിങ്ങൾ എന്തൊക്കെയോ തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഗർഭപാത്രം, എനിക്ക് ഗർഭപാത്രം ഇല്ലാത്തത് കൊണ്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചു. സോറി, എനിക്ക് ഗർഭപാത്രമുണ്ട്. എനിക്ക് ആ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഗർഭപാത്രം വരെ തരാൻ തയ്യാറായ ശോഭേച്ചിനോട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ അതിൽ നിന്നൊക്കെ പുള്ളിക്കാരിയെ പിന്തിരിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനതൊക്കെ സമ്മതിച്ച് ശോഭേച്ചിക്ക് സമ്മതം കൊടുത്തിരുന്നെങ്കിൽ ശോഭേച്ചി എന്ത് ചെയ്തേനെ? എന്നെ വെറുക്കത്തില്ലായിരുന്നു. എന്നെ ഇപ്പം ഇങ്ങനെ കിടന്ന് പറയുന്ന പോലെ എന്ത് പറയത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ആ കുട്ടീനെ പിന്തിരിപ്പിച്ചു. മോളെ അങ്ങനെ ചെയ്യരുത്, മോളെ ഇങ്ങനെ ചെയ്യരുത് മോളെ എന്ന് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരിയായിട്ട് നിൽക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് ശോഭേച്ചി നിർത്താനുള്ള ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു. ശോഭേച്ചി നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ശോഭേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചാനൽ നോക്കിയിട്ട് ഞാൻ അതിൽ എന്തൊക്കെയോ തമ്പനയിലിട്ടിരിക്കുന്നു, ഞാൻ അതിൽ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു എന്ന് ശോഭേച്ചിക്ക് നോക്കിക്കൊണ്ട് ശോഭേച്ചിക്ക് നെടുവീർപ്പിടാൻ മാത്രമേ ശോഭേച്ചിക്ക് കഴിയൂ. അല്ലാണ്ട് ശോഭേച്ചിക്ക് ഒരു ചുക്കും മണ്ണാങ്കട്ടെ ഒരു പുണ്ണാക്കും കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാണ്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവുള്ളൂ ഈ വിഷയത്തിനെതിരെ വീഡിയോ ചെയ്തിട്ട്. അന്ന് ഗുരുവായൂർ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ശോഭേച്ചിനെ അന്നൊന്നും കണ്ടില്ലല്ലോ. അന്ന് കാണാത്ത ശോഭേച്ചി ഇന്ന് കിടന്ന് കുരയ്ക്കുന്നതിൻ്റെ രഹസ്യം എന്താ? ശോഭേച്ചി ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടന്നില്ല. അപ്പം അത് എനിക്ക് അസൂയാണ്, എനിക്ക് കുശുമ്പാണ് എന്ന് ശോഭേച്ചി പറഞ്ഞുണ്ടാക്കിക്കോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്. മിക്കവരും വിചാരിക്കും ഞാനൊരു ഭയങ്കരിയാണ്, ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവളാണ്. എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ്. എനിക്കതിപ്പോൾ ചെന്നിട്ട് തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും മാറ്റി പറയിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. എൻ്റെ കാര്യങ്ങളിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ നേരുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ആ ഒരു ഇതിനെ മുന്നോട്ട് പോകുള്ളൂ. ശോഭേച്ചിയുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നടക്കാത്തത് കൊണ്ടാവാം മേ ബി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും തുറന്നു പറയും. എനിക്ക് എന്താണോ തോന്നുന്നത് എനിക്കറിയാം. ഈ കാള വാല് വെക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കിവിടെ തിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്നെ വിഡ്ഢിയാക്കാനായിട്ട് വരണ്ട. എനിക്കതിന് നേരമില്ല. നിങ്ങളുടെ ഈ ഇരുന്നിട്ട് പിച്ചും പേയും പറയലിനും മറുപടി പറയലല്ല എൻ്റെ തൊഴിൽ. എനിക്കിപ്പോൾ പുതിയ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പുറകെയാണ്. സമയമില്ല ശോഭേച്ചി. വെറുതെയാണ് എൻ്റെ പുറകെ വരുന്നത്. നിങ്ങൾക്ക് ഉപകാരമില്ല, എനിക്ക് ഉപകാരമില്ല. എനിക്ക് നിങ്ങളുടെ ഗർഭപാത്രവും വേണ്ട, എനിക്ക് നിങ്ങളുടെ ബ്രഷും വേണ്ട, പെയിൻറ്റും വേണ്ട. പിന്നെ ഞാൻ വരയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ചും ശോഭേച്ചി ഇതൊക്കെ കാണുന്നേക്കായും ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനേക്കായും മുമ്പേ ഞാൻ ചെയ്തു തുടങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മുതിർന്നവർ പറയുമ്പോൾ കേൾക്കാൻ പറ്റുന്നെങ്കിൽ കേൾക്കുക, അത്രയേ ഉള്ളൂ. ശോഭേച്ചിയുടെ തൻ്റെ ഇടം ശോഭേച്ചിയുടെ വീട്ടിലെടുക്കുക. എനിക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കതിന് നേരമില്ല. മനസ്സിലായല്ലോ? ശോഭേച്ചി വരച്ചോളൂ. ശോഭേച്ചിയുടെ കഴിവനുസരിച്ച് ശോഭേച്ചി ഇഷ്ടം പോലെ വരച്ചോളൂ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വരച്ചോളാം. ഞാൻ കുറേ നാളായിട്ട് വരയ്ക്കുന്ന വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സമയമില്ലാത്തത് കൊണ്ടാണ്. സമയമില്ല. നമുക്കതൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്കതിനൊരു പ്രത്യേക അന്തരീക്ഷവും മനോഭാവവും ഒക്കെ വേണം. അപ്പം അതിന് സമയവും വേണം. അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്ന വീഡിയോ ഇടാത്തത്. ശോഭേച്ചിക്ക് ഇനി എൻ്റെ വര കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ മറ്റൊരാളുടെ ചാനൽ നോക്കിയിരുന്ന് അതിലെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ശോഭേച്ചി നോക്കിക്കഴിഞ്ഞാൽ, ശോഭേച്ചിനോട് ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്ക് പറ്റുന്നത് ചിലപ്പോൾ ശോഭേച്ചിക്ക് പറ്റില്ല, ശോഭേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറേ മേക്കപ്പ് ചെയ്യുന്നതും എന്താ പറയുക, ഹെയർ സ്റ്റൈലും പിന്നെന്താ അങ്ങനെയൊക്കെ ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശോഭിച്ചിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് കോമ്പറ്റീഷൻ? എന്നെ എൻ്റെ വഴിക്ക് വിടുക. ഞാൻ നിങ്ങളുടെ മുതുകത്ത് കയറാൻ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരു സുഹൃത്ത് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പം എനിക്ക് അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട്. അപ്പം അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അതിൽ നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും. അപ്പോൾ നല്ല ആൾക്കാർ, എനിക്കിപ്പോഴും എൻ്റെ സൗഹൃദങ്ങൾ തുടങ്ങിയ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്ന ആളുകളുണ്ട്. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഞാനുമായി തുടർന്ന് പോകാൻ കഴിയാത്തത് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരാൾ മാത്രമല്ല എനിക്ക് സുഹൃത്തായിട്ടുള്ളത്. അപ്പം ശോഭേച്ചിക്ക് എൻ്റെ അടുത്ത് തുടർന്നുകൊണ്ട് സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ശോഭേച്ചി എന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഒരാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ അറിയാതെ വേറെ ആൾക്കാരുടെ ഫോണിൽ നിന്ന് എന്തിനെന്നെ വിളിച്ച് ശല്യം ചെയ്യണം? അതാണ്, എന്തിനാണ് എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇറിറ്റേഷനാണ്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ച് തന്നെയാണ്. അതിൻ്റെ പിന്നാലെ നമ്മൾ പോകില്ല. ബ്ലോക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്തതാണ്. ഈ ബ്ലോക്ക് ചെയ്യുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ. അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളെ മാത്രമാണ്, എൻ്റെ ഫ്രണ്ട് ഗീതുവിനെ മാത്രമാണ് ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാളെയും ബ്ലോക്ക് മാറ്റിയിട്ട് ഇന്നേവരെ അങ്ങോട്ട് വിളിച്ച് വീണ്ടും സൗഹൃദം സ്ഥാപിച്ചിട്ടില്ല. ഈ ഏച്ച് കിട്ടിയാലും മുളച്ചിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരിക്കൽ നമുക്കൊരു താളം തെറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലുകടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. ശോഭേച്ചിയെ എന്തിനാ ഇതിനൊക്കെ പോണേ? ഞാൻ ആർക്കിടെയും മെക്കിട്ട് കയറാൻ പോകാറില്ല. ഇങ്ങോട്ട് വന്നാൽ നല്ലത് പറയും. അതിന് നിങ്ങൾ എന്നെ എന്ത് വേണേലും വിളിച്ചോ, എനിക്കൊരു വിരോധമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സത്യങ്ങൾ മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട് നിങ്ങളെ താങ്ങുന്ന. എനിക്ക് കുഴപ്പമില്ല. എന്താണെന്നറിയോ? അവർക്ക് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വന്ന്, പിന്നെ അവരുടെ ഉദ്ദേശങ്ങളും വേറെയാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ ഞാൻ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. എൻ്റെ പേര് ആവശ്യമില്ലാണ്ട് വലിച്ചെറിക്കപ്പെടരുത്. ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ കരഞ്ഞത് എൻ്റെ വിഷമം എനിക്ക് സഹിക്കും. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കരയാറില്ല. അപ്പം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും ജസ്നയുടെ പേരിലും അല്ല ഞാൻ കരഞ്ഞേക്കണത്. അപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് മറ്റൊരു സ്ത്രീയുമായിട്ട് ഞാൻ സൗഹൃദത്തിലായി എന്നുള്ളത് സത്യമാണ്. ആ സ്ത്രീയെ ഞാനൊന്ന് സ്നേഹിച്ച് വരികയായിരുന്നു. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്നേഹമല്ല കേട്ടോ, സൗഹൃദം മാത്രം. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് അവരുമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അവരെന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ ചതിയിൽ ഞാൻ പെട്ടില്ല എന്നുള്ളതാണ്. പെട്ടെങ്കിൽ ഞാൻ കൊയിലാണ്ടിയിൽ ചെന്ന് നാറിയേനെ. അത് വേറെ കാര്യം. അപ്പം എന്നെ അവിടെ എത്തിച്ചില്ല. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, ദൈവം അവരുടെ കൂടെയാണോ എൻ്റെ കൂടെയാണോ എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഞാൻ കൊയിലാണ്ടി ചെല്ലും ഇവരുടെ വാക്ക് കേട്ടിട്ട്. ഞാൻ പോയില്ല, എനിക്ക് തടസ്സം വന്നു. അപ്പം ഞാൻ ആ സ്ത്രീനെ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പം എന്താ പറയുക, ആ സ്ത്രീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്നറിയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം?
ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കരഞ്ഞു പോയി എന്നുള്ളത് സത്യമാണ്. അത്രത്തോളം വിഷമം വന്നിട്ടാണ് കരഞ്ഞത്. ശോഭേച്ചി അത് എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് പോലും മനസ്സിലാക്കാണ്ട് ശോഭേച്ചി എന്തിനാണ് ഇവരെ വിളിച്ചത്? ഞാൻ ശോഭേച്ചിനെ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ എനിക്ക് വിഷമം വരും, സങ്കടം വരും, അങ്ങനെ പല വികാരങ്ങളും വരും. അതൊക്കെ അന്വേഷിക്കാനായിട്ട് ഞാൻ ശോഭേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ടെങ്കിൽ ആ സൗഹൃദം മാത്രമായിട്ട് നിലനിർത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ തോളെ കയറി നിന്ന് ചെവി അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കരഞ്ഞത് ജസ്ന സലീം എന്നെ ഉപദ്രവിച്ചിട്ടല്ല. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നും മനസ്സിലാക്കുക. ജസ്ന സലീം എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. കരഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മച്ചി 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 എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ 1-2 വട്ടം മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞിട്ടുള്ളൂ. അതും എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞാൻ വളരെ ഒരു കഠിന ഹൃദയായ എന്തെങ്കിലും ഒരു പറഞ്ഞതാ ഒരു ക്രൂര മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങളൊക്കെ എന്നെ ചിത്രീകരിക്കുന്നത്. അത് എനിക്ക് തിരുത്താനും താല്പര്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെ കാണും. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എൻ്റെ ചാനൽ ഏതാണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അതിലെ വീഡിയോകൾ കണ്ടിട്ട് ഉള്ള സൗഹൃദം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കാത്തത്. മനസ്സിലായ? അപ്പം ശോഭേച്ചി എൻ്റെ പിന്നാലെ നടന്ന് കൃമി കടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെ നോക്കി കുരയ്ക്കണ്ട. ഇതൊരു ചീള് കേസാണ്, ഇതിന് മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി. ശോഭേച്ചി എന്നെ കൊണ്ട് മറുപടി എല്ലാം പറയിപ്പിക്കും. ഇനി എനിക്ക് മര്യാദ രീതിയിലും മറുപടി പറയാനറിയാം, ഇനി വേണ്ടാത്ത രീതിയിലും മറുപടി പറയാനറിയാം. അപ്പം ഇതൊക്കെ എന്നെ കൊണ്ട് ശോഭേച്ചി ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ശോഭേച്ചിക്ക് ആവശ്യം ആരെങ്കിലും ശോഭേച്ചിയുടെ പേര് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ശോഭേച്ചിക്ക് ആവശ്യം കണ്ടന്റ് ആണല്ലോ അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ജസ്ന എൻ്റെ ഒരു കണ്ടന്റ് അല്ല ആയിരുന്നു. എപ്പോഴാണെന്നറിയോ? ഗുരുവായൂരമ്പലത്തിൽ ഇങ്ങനെ ഒരു വിഷയം എനിക്ക് നടക്കുന്നതിന് മുമ്പ് ജസ്ന എനിക്ക് വെറും ഒരു കണ്ടന്റ് മാത്രമായിരുന്നു. അപ്പം ശോഭേച്ചി അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ വൃത്തികേട് എഴുതിയിടും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ചാനലിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഇതിനനുസരിച്ചിട്ട് എനിക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ സംസാര രീതി തന്നെ എനിക്കൊരു ഇറിറ്റേഷനാണ്. കാരണം ഈ വലിച്ചു നീട്ടി ലാഗടിപ്പിച്ച് സംസാരിക്കുമ്പോൾ എനിക്കത് കേട്ടിരിക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ പൊന്നു ശോഭിച്ച് അപേക്ഷിക്കുകയാണ്, നിർത്തുക. അവനവൻ്റെ കണ്ടന്റ് അവനവൻ ഉണ്ടാക്കുക. താല്പര്യമില്ല ഈ വിഷയം സംസാരിക്കാൻ. പിന്നെ നിങ്ങൾ കൊയിലാണ്ടി പോയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ട്രെയിൻ കയറി പോകും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളതും മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റാണ് മുഖ്യം ബിഗില എന്ന് പറയുന്ന ഇതാണ്. കണ്ടന്റാണ് ശോഭേച്ചിക്ക് ആവശ്യം. ശോഭേച്ചി ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല വെറുതെ ഈ കഴിഞ്ഞിട്ട് നാവാടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ശോഭേച്ചി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശോഭേച്ചി ഈ സമയം കൊണ്ട് കൊയിലാണ്ടി പോയി വീഡിയോ ഇട്ടേനെ. പിന്നെ ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എൻ്റെ കാര്യം ശോഭേച്ചി തീരുമാനിക്കേണ്ട. അപ്പോൾ പേര് പറഞ്ഞ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ശോഭേച്ചി അരുത്തേക്കൂടെ ഒന്ന് പോയാൽ, ശോഭേച്ചിയുടെ അരുത്തേക്കൂടെ പേര് പോലും പറയാണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചു പോയാൽ അതും പിടിച്ചുകൊണ്ട് വരുന്ന ആളാണ് ശോഭേച്ചി. നാണോ മാനോ ഉളുപ്പില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾ എന്തെങ്കിലും, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു, കാര്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പറയും. നിങ്ങൾ ഇന്നേ വരെ വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പം എന്നെയൊക്കെ ചൊറിയാൻ വന്നത്? എന്നെയൊക്കെ ചൊറിയാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം
സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞത് തന്നെ പറയാണ്, അന്നാണ് കഴിക്കുന്നത്, അല്ലാണ്ട് ചപ്പാത്തിയും പൊറോട്ടയും ഒന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെ വിട്ടേക്ക. നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ താല്പര്യമില്ലാണ്ടല്ല, പറയേണ്ട കാര്യങ്ങൾ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അവരെന്തെങ്കിലും പിച്ചി മാന്തി തോണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ആരോട് ക്ഷമിച്ചാലും എന്നോട് ക്ഷമിക്കൂല എന്ന് കണാരേട്ടൻ പറഞ്ഞിരുന്നു. അപ്പം അതിനൊന്നും എനിക്ക് അവനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. കണാരേട്ടനോട് ഞാൻ എന്താ പറയുക, സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് കോടതിയിൽ കേസ് ഉണ്ടാവുമോ എൻ്റെ ശോഭ വെച്ച്? പിന്നെ നിങ്ങൾ കൊടുത്ത കേസുകളുടെ കാര്യം പറയാം. കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. ശോഭേച്ചിക്ക് അറിയാമോ, നമ്മുടെ ഒരു കേസ് കോടതിയിലുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ സംഭവിച്ച ആ കാര്യത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. അതിന് പോലും കേസെടുക്കാൻ പോലീസുകാർ മടിച്ചു. എത്ര വട്ടം ഞാൻ കയറി ഇറങ്ങിയ പിന്നെയാണ് കേസ് കോടതിയിലെത്തിയതെന്ന് നിങ്ങൾക്കറിയോ? പിന്നെയാണ് നിങ്ങളുടെ ഈ പിച്ചിയ മാന്തിയ തോണ്ടിയ കേസ്. അതെ ഞാൻ പറഞ്ഞത്, ശോഭിച്ചിക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് എങ്കിലും ഒന്ന് കാണിച്ചതായോ. ഗുരുവായൂരമ്പലം നടക്കി വെച്ചിട്ട് എന്നെ അപമാനിച്ചിട്ട് കേസെടുക്കാൻ മടിച്ച പോലീസ് ശോഭച്ചിനെ തോണ്ടി, അല്ലെങ്കിൽ ശോഭച്ചിനെ പിച്ചി, അല്ലെങ്കിൽ ശോഭച്ചിനെ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭച്ചി ആ കേസ് കൊടുത്ത ആ റെസിപ്റ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു റെസിപ്റ്റ് ഇന്നവരെ കാണിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഒരു റെസിപ്റ്റ് അടിച്ച് തരും. നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും എന്താണ് നിങ്ങൾക്കുള്ള മറുപടികളുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് എന്തെങ്കിലും തുമ്മിന്നോ അല്ലെങ്കിൽ ചീറ്റിന്നോ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ പുറകെ പോയിട്ട് ആ പുലുവാല് പിടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങളെക്കായും ഒരു മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് നിങ്ങൾ എന്നെ കുത്തി കുത്തി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കാണോ അസൂയ അതോ നിങ്ങൾക്കാണോ അസൂയ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളോട് ഞാൻ ഇന്നേ വരെ പറഞ്ഞു തന്നിട്ടുള്ളത് നല്ല കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ ദേ എൻ്റെ ഗൗരി ഇവിടെ കിടക്കുന്നുണ്ട്. ഗൗരിനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. അത് അവരുടെ ചോയ്സാണ്. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ അനുസരിക്കണം എന്ന് എനിക്കും പറയാൻ പറ്റൂല. ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക. അപ്പോൾ ശോഭേച്ചി എനിക്കെതിരെ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങളെനിക്ക് വാടകയ്ക്ക് ഗർഭപാത്രം വരെ വാടക ഗർഭധാരണം തരാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നു മോളെ എനിക്ക് വേണ്ട എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ആ പാത്രം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്തു എന്ന് ഇവിടെ ജസ്റ്റിനെ പറഞ്ഞുകൊണ്ട് കിടന്നപ്പോൾ ഞാൻ തെളിവ് സഹിതം കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗർഭപാത്രം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ഒരിടത്തും റിമൂവ് ചെയ്ത് പോയിട്ടില്ല. കള്ളത്തരം പറഞ്ഞ് ഇന്നവരെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സത്യസന്ധമായി ഇവർ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ നിങ്ങൾ കയറിയിട്ട് ഞാൻ നിങ്ങളെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ കരഞ്ഞാൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചാൽ ചോദിക്കുക. എൻ്റെ വിഷമം ചോദിക്കാനും പറയാനും എനിക്കറിയാം. എനിക്ക് വേണ്ടി ആരും സംസാരിക്കരുത് എന്നല്ല, ഈ സംസാരിച്ച് ചെന്നിട്ട് പിന്നെ നമ്മൾക്ക് തന്നെ അത് ഇതുപോലെ ഉപദ്രവങ്ങളായിട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരു കൈയകലത്തിൽ ഒന്ന് മാറ്റി നിർത്തുന്നത്. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ശോഭേച്ചിനെ ഒരു കൈയകലത്തിൽ മാത്രമല്ല, ഒരു 200 അടി അപ്പുറത്തേക്ക് മാറ്റി നിർത്തേണ്ട ഒരു സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശോഭയുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. ശോഭയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നും ഈ നിങ്ങൾ ഇങ്ങനെ ഓരോ അവിടെ നിന്നും ഇവിടെ നിന്നും വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക പിച്ചുമ്പയും പറയുന്നതിന് മറുപടി പറയാനായിട്ട് എനിക്ക് സമയമില്ല. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ പുറകെയാണ്. പിന്നെ കണാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ തെറി വിളിക്കുന്ന കുറേ വീഡിയോകൾ ശോഭിച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണാരൻ പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കാണിക്കടി എന്ന് പറഞ്ഞ് വരെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ശോഭിച്ച് ഞാൻ അതിൻ്റെ പുറകെയാണ്. ശോഭിച്ച് വേണമെങ്കിൽ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കരുത്. അപ്പോൾ കണാരൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ കണാരൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കും.
ഇനി വാട്ടർ കളർ ചെയ്യേ, മ്യൂറൽ പെയിൻറ് ചെയ്യേ, ഓയിൽ പെയിൻറ് ചെയ്യേ, എന്താണെങ്കിലും ചെയ്തോ, എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ പേരും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് താല്പര്യമില്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ചീള് കേസുകൾക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ശോഭേച്ചി എന്നോട് ദേഷ്യമോ പരിഭവമോ ഒന്നും വിചാരിക്കരുത്. ഒരു മൂത്ത സഹോദരി പറയുന്ന നിലയിൽ ചെറിയ കാര്യങ്ങളെങ്കിലും അനുസരിക്കാൻ ഒരു മനസ്സ് കാണിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ജീവിതമാകുമ്പോൾ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ശോഭേച്ചിക്ക് അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ ഉള്ള മനസ്സല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ബാക്കടിച്ച് പോകുന്നത്. എനിക്ക് ശോഭേച്ചിയുടെ ഒന്നും വേണ്ട, ഗർഭപാത്രവും വേണ്ട, പെയിൻറ്റിങ്ങും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ വേറെ വില്ല.